السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ഏറെ ആദരവേറിയ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്പസമയം ഇൻഷാ അള്ളാഹ് നമ്മുടെ നാട്ടിലേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും വേദനയേറിയ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയിലുടനീളം കടന്നുപോയത്. പഹൽഗാം എന്ന് പറയുന്ന കശ്മീരിലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം, ആ സഞ്ചാര കേന്ദ്രത്തിൽ 26 ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരരെ സംബന്ധിച്ചും അവരുടെ അതിക്രൂരമായ കൊടിയ ആ ഒരു കൊലപാതകങ്ങളെ സംബന്ധിച്ചുമാണ് രാജ്യം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മളെപ്പോഴും ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ പ്രകടിപ്പിക്കുകയും മുസ്ലിമീങ്ങൾ ഒരിക്കലും അവരുടെ ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന അപശബ്ദങ്ങളെ അതിനെ വേണ്ട വിധം പ്രതിരോധിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് നമുക്കറിയാം. ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങളെ നമുക്ക് കാണാനാകും, ഒരുപാട് ആളുകൾ, ഒരുപാട് മറ്റു മതസ്ഥരെയും നമുക്ക് കാണാനാകും, മതമുള്ളവരെ മതമില്ലാത്തവരെ ഒക്കെ. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന അതിപരിപാവനമായ ഒരു ദീനിനെ നമുക്ക് നൽകി നമ്മളെ ആദരിച്ചപ്പോൾ ആ ദീനെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിഅമത്തിന് എത്രമാത്രം നന്ദിയുള്ളവരാണ് ഞാനും നിങ്ങളും എന്ന ചിന്ത ഈ ഓരോ ചർച്ചകൾ കടന്നു വരുമ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതാണ്. നമുക്കറിയാം, 5 നേരം പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഷഹാദത്ത് കലിമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വിശാലതയുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനഃപ്പാഠമാക്കി വെക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കേണ്ടതുമാണ്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ ഇസ്ലാമിക ആദർശങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ അറിവില്ലായ്മകൾ കൊണ്ടും വർഗീയമായ ചില വേർതിരിവുകളിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ടും രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതൊരിക്കലും മുസ്ലിമിന് ചേർന്ന, അതല്ലെങ്കിൽ ഒരു മനുഷ്യന് ചേർന്ന ഗുണമല്ല, സദ്ഗുണമല്ല എന്ന് ബുദ്ധിയുള്ള ഏതൊരു വിവേകിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തിപ്പറയണമെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഒരുപാട് മതവാദികളെ നമുക്ക് കാണാനാകും. അത് ഇസ്ലാമിൽ മാത്രമല്ല, മറ്റുള്ള മതസ്ഥരിലും കാണാം. അവർ വിശുദ്ധമായി കണക്കാക്കുന്ന വാക്കുകളെ മറ്റുള്ളവരെ കൊണ്ട് ബലാത്കാരമായി പറയിപ്പിച്ച് അതിൻ്റെ വക്താക്കളാണ് എന്നുള്ളതിലേക്ക് ബലാത്കാരമായി കൊണ്ടുവന്ന് അത്തരം തീവ്രമായ, അത്തരം ക്രൂരമായ
ചില പ്രസ്താവനകളിലേക്കും ചില പ്രഖ്യാപനങ്ങളിലേക്കും മനുഷ്യരെ നിർബന്ധിക്കുന്നത് അതൊരിക്കലും ഒരാളും അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരു മതത്തിലും അന്യായമായി മറ്റുള്ളവരെ വധിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ പഠിപ്പിക്കുന്നതായി നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കേട്ടുപോന്നിട്ടില്ല. പക്ഷേ മതഭ്രാന്ത് തലക്ക് പിടിച്ച ചില ആളുകൾ പലപ്പോഴും മതം പൊട്ടിക്കൊണ്ട് സ്വന്തം മതങ്ങളുടെ വിശുദ്ധി കാണിക്കേണ്ടതിന് പകരം, ജീവിതത്തിലൂടെ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം സ്വന്തം ആശയങ്ങളെയും ആദർശങ്ങളെയും പരമാവധി വികലമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഒരുപാട് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിന്റെ 17-ാമത്തെ ഒരു ആയത്തിന് ഞാൻ നിങ്ങളും മനസ്സിരുത്തി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും അല്ലാഹു സംസാരിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, അവരെ ആരാണ് എന്ന് നിങ്ങൾക്കറിയണമെന്നില്ല. നിങ്ങളുടെ ചുറ്റിലും കൂടി ഒരുപാട് ഫിത്നകൾ, ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കപടവിശ്വാസികൾ അങ്ങയുടെ ചുറ്റിലുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടത് ഈ വിഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നതും ആ ജനതയെയാണ് എന്നാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. വിശുദ്ധ ഖുർആനിലെ എത്ര തവണ നമ്മൾ ഓതിപ്പോയ ആയത്തുകളാണ്. അതിൽ ഓരോ ഹർഫ് ഓതുമ്പോഴും അള്ളാഹു നമുക്ക് 10 ഇരട്ടി പ്രതിഫലം നൽകുന്നു. അള്ളാഹുവിന്റെ കൊടിയ ശിക്ഷക്ക് പാത്രമായവരെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വീണ്ടും വിശദീകരിച്ചു. 3 കൂട്ടം ആളുകളെ അള്ളാഹു ശക്തമായി ശിക്ഷിക്കുമെന്നാണ്. ഒന്ന് മുനാഫിക്കിനെയാണ്. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു ഫിർഔനിനെയും. അശദ്ദൽ അദാബ്, അള്ളാഹ് പറഞ്ഞ ആയത്തതാൻ, ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് നാം അവനെ ഖിയാമത്ത് നാളിൽ പ്രവേശിപ്പിക്കുമെന്ന്. മൂന്നാമത്തേത് അള്ളാഹു മാഇദ അവതരിപ്പിച്ചു കൊടുത്ത സൂറത്തു മാഇദയിൽ അള്ളാഹു സവിസ്തരം പറഞ്ഞ അവസാന ഭാഗങ്ങളിൽ റബ്ബ് പരാമർശിച്ച ഹവാരിയങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ നിലകൊണ്ട ഏറ്റവും നല്ല അൻസാരികളായി നിലകൊണ്ട ആളുകൾ, അവർ അള്ളാഹുവിനോടൊരു മാഇദ ഇറക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് അവർക്ക് ഇറക്കിക്കൊടുത്തു. വലിയ ആയത്തായി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി. അവരിൽ ആദ്യക്കാരനും അവരിൽ അവസാനക്കാരനും ഭക്ഷിക്കുമാറും അള്ളാഹു ഭക്ഷണ തളിക അവർക്ക് ഇറക്കിക്കൊടുത്തു. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഇതിലാരെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാട്ടിയാൽ അതിശക്തമായ ശിക്ഷയിലേക്ക് നാം നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 വിഭാഗങ്ങളെ ചുരുക്കി പറഞ്ഞത് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ ഇത്രമാത്രം ദ്രോഹിച്ച കൂട്ടരാണ് മുനാഫിക്കീങ്ങൾ. അവരോട് ഏറ്റവും കൂടുതൽ മുസ്ലിമിന് വെറുപ്പ് തോന്നണമെങ്കിൽ, മുസ്ലിമിന് ഒരു ദേഷ്യം തോന്നണമെങ്കിൽ ആരോട് തോന്നണം? മുനാഫിക്കീങ്ങളോട് തോന്നണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ കൂടെ കൂടിയ സ്വഹാബത്തിനെ അവർ അത്രമാത്രം പ്രയാസത്തിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ ഇങ്ങനെ പറഞ്ഞത്, യമുന്നൂന അലൈക അൻ അസ്ലമു. നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും പഠിപ്പിക്കാൻ, യമുന്നൂന അലൈക, നബിയെ നിന്റെ മേൽ അവരിങ്ങനെ എടുത്തു പറയും. വളരെ ഔദാര്യത്തിന്റെ ദാക്ഷിണ്യത്തിന്റെ വാക്കായി അവരെടുത്തു പറയും, അല്ലെ, അവര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന്. മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഷഹാദത്ത് ഉച്ചരിച്ചവരാണെന്ന് അവർ വലിയ വായിൽ ഇങ്ങനെ വർത്താനം പറയുന്നാൻ. പക്ഷെ അത് എടുത്തു പറയാം, എന്തോ അവരുടെ ഔദാര്യം കൊണ്ടാണ് അവർ മുസ്ലിം ആയത് എന്ന് തോന്നിപ്പിക്കുമാർ അവർ വർത്തമാനം പറയുമെന്നാൻ റബ്ബ് പറയാൻ. കുൽ, നബിയെ പറയണം, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, അടിവരടേണ്ട വാക്കതാൻ. ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ എൻ്റെ മേൽ ഇങ്ങനെ എടുത്തു പറയണ്ട. ഞങ്ങളിങ്ങനെ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന് നിങ്ങൾ അങ്ങനെ എടുത്തു പറയണ്ട എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ ഔദാര്യം കൊണ്ടോ നിങ്ങളുടെ ദാക്ഷിണ്യം കൊണ്ടോ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഇത് ആരുടെ ദാക്ഷിണ്യ? ഇസ്ലാം എന്നുള്ളത് അള്ളാന്റെ ഔദാര്യമാണ്. ഇസ്ലാമി എന്നുള്ളത് അള്ളാന്റെ നിഅമത്താണ്, അല്ലേ? അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ വേറൊരാളും ഹിദായത്ത് നൽകൂല. പക്ഷെ മുനാഫിക്കീങ്ങള് അവരുടെ മനസ്സിൽ ഇസ്ലാമില്ല, നാവിലേ ഉള്ളൂ, അവരുടെ ഹൃദയങ്ങളിൽ അതില്ല.
പക്ഷെ അവർ വന്ന് നാവ് കൊണ്ട് ഇങ്ങനെ ഉറക്കനെ പറഞ്ഞു, അവർ വലിയൊരു ഔദാര്യം കാണിച്ചു എന്നുള്ള നിലക്ക് ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന്. പക്ഷേ റസൂൽ അവർ അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കണ്ട. റബ്ബ് പറയേൻ, ബലില്ലാഹു യമുന്നു അലൈക്കും, അള്ളാഹുവാണ് നിങ്ങളോട് ഔദാര്യം കാണിച്ചവൻ, അള്ളാഹുവാണ് നിങ്ങളോട് ദാക്ഷിണ്യം കാണിച്ചവൻ, അവനാണ് നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞവൻ. എങ്ങനെ? അൻഹദാക്കും ലിൽ ഈമാൻ, ഏറ്റവും നല്ല വിശുദ്ധമായ ഈമാനിലേക്ക് മാർഗദർശനം നൽകി നിങ്ങളെ വഴി നടത്തിയവൻ അള്ളാഹുവാൻ. അപ്പൊ റബ്ബാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്? അള്ളാഹുവാണ് നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വഴി നടത്തി നിങ്ങളോട് കരുണ ചെയ്തവൻ. ഇൻ കുന്തും സ്വാദിഖീൻ, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതിൽ ഓരോ വരികൾ, ആ ആയത്തിന്റെ ഓരോ വരികളും നമുക്ക് കുറെ കാലം ചർച്ച ചെയ്യേണ്ട ആയത്താണ്. അപ്പൊ സത്യസന്ധത ചൊല്ലിപ്പറയുന്ന, ഉറക്കനെ പ്രഖ്യാപിക്കുന്ന, പള്ളി മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട് ജവാബ് കൊടുക്കുന്ന ഷഹാദത്ത് കലിമയിൽ സത്യസന്ധത കൊണ്ടുവരണമെന്നാണ്. ആ സത്യസന്ധത ഇല്ലെങ്കിൽ എത്ര ഉറക്കനെ പറഞ്ഞാലും അതെന്തല്ല, അത് ഷഹാദത്താവുകയില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അതാണ്. അച്ഛന്റെ അരികിലേക്ക് വന്നപ്പോ അച്ഛന്റെ തലയിൽ അയാൾ ഇങ്ങനെ തോക്കുകൊണ്ട് ചൂണ്ടിയപ്പോ പറഞ്ഞ വാക്ക് കെലിമ, കെലിമ എന്നാണ്. അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അവർ പറയാക്കത് അറിയില്ല എന്താണെന്നുള്ളത്, എന്താണ് ചോദിച്ചത് എന്നുള്ളത് വ്യക്തമായില്ല എന്ന് പറഞ്ഞു. ഞാൻ ചൊല്ലാതിരുന്നപ്പോ പിതാവിന്റെ നെഞ്ചിലേക്ക്, പിതാവിന്റെ തലയിലേക്ക് അവരെന്ത് ചെയ്തു? നിറയൊഴിച്ചു. അങ്ങനെ 26 ആളുകളെ അവരെന്ത് ചെയ്തു? വകവരുത്തി. ആ 26 ആളുകൾ അവർ വകവരുത്തി. രാജ്യത്ത് ഏറ്റവും വലിയ ഇത്ര കിരാതമായ ഒരു പ്രവർത്തനം, രാജ്യം തല താഴ്ത്തുന്ന നിലക്ക്, രാജ്യത്തിന്റെ എല്ലാവിധ യശസ്സും മുശസ്സും മുഴുവൻ ചോർന്നു പോകുന്ന നിരക്ക് ഒരു കൊടിയ അതിദാരുണമായൊരു പ്രവർത്തനം അവർ ചെയ്തു കൂട്ടിയപ്പോ അവിടെ എല്ലാ മനുഷ്യ മനസ്സും വേദനിച്ചതാണ്. അവിടെ കെലിമ എന്ന വാക്കിൽ അവർ പറഞ്ഞ പോലെ ആ പറഞ്ഞ ആളുകൾ ആ കെലിമയെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ്. അത് പറയിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തത് കൊണ്ടാണ്, യഥാർത്ഥ ഇസ്ലാമിനെ അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് അതിനെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ, ആദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിനെ തടഞ്ഞു നിർത്തിയത്. അതാണ് ആ കെലിമയുടെ മഹത്വം. പക്ഷെ അയാളെയും എന്ത് ചെയ്തു? അവരെ വകവരുത്തി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തു തൗഹീദിന്റെ ഫളിലിനെ തിരിച്ചറിയാൻ അത് എത്ര സ്പഷ്ടവും, അത് എത്ര വ്യക്തവും, അത് എത്ര സുന്ദരവും, അതെത്ര എളുപ്പവും ആണ് എന്നുള്ളത്, എത്ര അനുഗ്രഹപൂർണവുമാണ് എന്നുള്ളത് ജാരദികളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം കെലിമ, എന്താ കെലിമ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ദീൻ എന്ന് പറഞ്ഞത് അതിന്റെ മേലാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇസ്ലാം 5 സ്തംഭങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ട മതമാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ മേൽ. എന്താ അവിടെ ഷഹാദത്ത് എന്നുള്ള വാക്ക ഉപയോഗിച്ചത്? പലപ്പോഴും അല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഒരിക്കലും അഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അഷ്ഹദു എന്ന വാക്കിൽ തന്നെ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നെന്ത് ചെയ്യുന്നുണ്ട്? പണ്ഡിത ലോകം ആ ഒരു വിഷയത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഖൂലു എന്ന് അതിൽ പരിമിതപ്പെടുത്താൻ പാടില്ല. അതിനെ മറിച്ച് അത് അഷ്ഹദു എന്ന് തന്നെ പറയണം. ഞാൻ സാക്ഷിയാകുന്നു, ഞാൻ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്നും അതിന് പറയും. എങ്ങനെ സാക്ഷി? ഒരു കാര്യത്തിന് സാക്ഷിയാവുക, ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പൊരുൾ എന്താണ്? 7ഓളം നിബന്ധനകളെ ഉൾക്കൊണ്ടിട്ടാവണം അതിനെ അംഗീകരിക്കേണ്ട, അതിനെ പ്രഖ്യാപിക്കേണ്ടത് എന്നാണ്. 7ഓളം നിബന്ധന. അതിന് മുന്നേ ആദ്യം അതിന്റെ ഒരു 3 പ്രത്യേകതകളെ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ആദ്യത്തെ 3 പ്രത്യേകത, അത് നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അല്ലേ? അത് നാവുകൊണ്ട് പറയണം. ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം ആ താക്കോല് കൊണ്ട് അതിനെ തുറക്കണം. മനസ്സും ശരീരവും ശുദ്ധീകരിച്ചതിന് ശേഷം അല്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. അത് നാവിൻ തുമ്പത്ത് മാത്രം നിന്ന് കളിച്ചാൽ പോരാ, മുനാഫിക്കുകളെ പോലെ. അതെന്ത് ചെയ്യണം? അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആടി ഉലയാനും പാടില്ല. അത് ഉറച്ചു നിൽക്കണം, ഹൃദയങ്ങളിൽ അത് ഉറച്ചു നിൽക്കണമെന്നാണ്. അതെങ്ങനെ ഉറച്ച്? റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു മരത്തിനോട് ഉപമിച്ചു. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു ഒരു കലിമത്തൻ ത്വയ്യിബയെ, ഒരു കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരത്തോട് അല്ലാഹു ഉപമിച്ചു. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേരുകൾ അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ഉറച്ചതാണ്. ആഴ്ന്നിറങ്ങി ഉറച്ചതാന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മരം പോലെ അതിന്റെ വേരുകൾ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ ഉറക്കണം. ഹൃദയങ്ങളിലേക്ക് അത് ആഴ്ന്നിറങ്ങി അവിടെ ഉറക്കണം. മനസ്സുകളിൽ അതിലെ അടിയുലയാതെ, ആ അഴകുഴമ്പൻ ആദർശമാവാതെ, ആശയങ്ങളാവാതെ അതിനെ മനസ്സുകളിൽ അതിനെ ഉറപ്പിക്കാൻ കഴിയണം.
എന്നിട്ട് വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ വാനിലേക്ക് ഉയരണം. അതിന്റെ ചില്ലകൾ വാനിലേക്ക് ഉയരണം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരണം എന്നുള്ള നിലക്ക്. അൽ കലിമു തയ്യിബ് യസ്അദു അൽ കലിമു തയ്യിബ്, നല്ല വാക്കുകൾ വാനലോകത്തേക്ക് കയറിപ്പോകുന്നുവെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നല്ല അമലുകൾ വാനലോകത്തേക്ക് കയറിപ്പോകുന്നുവെന്നാൻ. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് അതൊരു മരത്തിന്റെ വേര് പോലെ ഹൃദയങ്ങളിലേക്ക് ഉറപ്പിച്ച് അതിൽ നിന്ന് കർമ്മങ്ങളുടെ നല്ല നല്ല ഫലങ്ങൾ എന്ത് ചെയ്യണം, കായ്ച്ചു തുടങ്ങണം എന്ന് പറഞ്ഞതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, അതിനെ എല്ലാ നിലക്കും അറിയണം, പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കാര്യം അത് പിന്നെ മനസ്സിലാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. നീ അറിയാ, നീ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാലങ്ങൾ അത്ര പഠിച്ചു കഴിഞ്ഞാലും തൗഹീദ് പഠന തീരൂല എന്നാണ്. നമ്മുടെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ നന്നായി പഠിക്കുക. എവിടുന്ന് പഠിക്കണം? വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യകളിൽ നിന്നും അതിനെ കറകളഞ്ഞ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എത്ര വിശാലമായ തൗഹീദിന്റെ കലിമത്താൻ, അതിന്റെ ആഴവും അതിന്റെ പരപ്പും എത്രയും. വാരലോകത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ശിഖിരങ്ങളും അടിയിലേക്ക് ആഴ്ന്നേറിയ അതിശക്തമായ വേരുകളുമുള്ള കെലിമ അതിവിശാലമാണ് എന്ന് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തിയത്. അതിനെ പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ മാത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ യഅലം. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്നാൻ. ആ വാക്കിന്റെ വരിയതാൻ വഹുവ യഅലം. അതിനെന്ത് ചെയ്യണം? അറിയണം, പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അയാൾ അറിയാം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഒരു നഫിയും ഒരു ഇസ്ബാത്തുമാണ്. ഒരു കാര്യം അവിടെ നിഷേധിച്ചു, ഒരു കാര്യത്തെ അവിടെ ഉറപ്പിച്ചു. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ഇലാഹുമില്ല അല്ലെ? ഒരു ഇലാഹുമില്ല പറഞ്ഞാൽ ഒരു പടപ്പോ അല്ലെ, ഒരു വ്യക്തിയോ ഒരു വസ്തു ഒന്നും ഇലാഹല്ല. ലാത്തയും മുസ്സയും മനാത്തയും ഇലാഹല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മക്കക്കാരെ ബോധ്യപ്പെടുത്തി. അതുപോലെ അല്ലെ പല ആളുകളും ഞങ്ങൾക്ക് ശുപാർശകരാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ അവർ സഹായിക്കുന്നവരാൻ, അബൗദിക മാർഗത്തിൽ അവർ ഞങ്ങളെ സഹായിക്കുന്നവരാൻ എന്നൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇലാഹിലേക്ക് വ്യക്തികളെ പങ്കു ചേർക്കലാൻ, അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാനും അതിനെ പഠിക്കാനുമാണ് അള്ളാഹ് പറഞ്ഞത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, ഒരു ഇലാഹില്ല. പിന്നെ ഒരു കാര്യത്തെ ഇസ്ബാത്ത് ചെയ്തു, ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല. ഒരു ഇസ്ബാത്തും ഒരു നഫിയും. അതിനെങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളെ, അതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞത് മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക, അതിനെ അറിയുക. പിന്നെന്തള്ളത്? അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ പകർത്തലാണ്. അത് പകർത്തണം. ഏതുപോലെ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ സ്വഹാബത്ത് എന്ത് ചെയ്യും? 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ആയത്ത് പഠിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ആദ്യം ആ 10 ആയത്ത് ജീവിതത്തിൽ പകർത്താറായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത്, പഠിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ ഇറക്കുക. ആ പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാലോ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും ഒരാളുടെ മേലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തെ ഈ കലിമ രണ്ടെണ്ണ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പഠനം നടക്കണം. നബിയുടെ ഹദീസുകൾ പഠിക്കണം, നബിയുടെ ചരിത്രം പഠിക്കണം, നബിയുടെ കുടുംബത്തെ പറ്റി പഠിക്കണം, നബിയുടെ ഭാര്യമാരെ സംബന്ധിച്ച് പഠിക്കണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മക്കളെ സംബന്ധിച്ച് പഠിക്കണം. നബിയുടെ ജീവിതത്തിന്റെ A to Z പഠിക്കാൻ ഒരാൾ റെഡിയാണ്. അവിടെയും പടി ഇങ്ങനെ തോണ്ടിപ്പോവാൻ പറ്റൂല എന്നർത്ഥം. ഒരാള് അങ്ങനെ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കണമെന്നാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സംഗതി തന്നെ പറയുകയാണെങ്കിൽ അതിന് പണ്ഡിതന്മാർ ചില ഷർത്തുകൾ തന്നെ വെച്ചു. ഷർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിബന്ധന. നമ്മൾ എത്ര ആൾക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ അറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 7ഓളം നിബന്ധനകൾ ഉണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. 7 നിബന്ധനകൾ. ഈ ഒരു സദസ്സ് ഒരു പക്ഷേ ഇന്ന് ആ ഒരു 7 എണ്ണം അത് അറ്റ്ലീസ്റ്റ് ചുരുങ്ങി തന്നെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു കവിതയിൽ ചില പണ്ഡിതന്മാർ ഇതിനിങ്ങനെ ലളുമുകളാക്കിയത് കാണാം. ലളുമ് പറഞ്ഞു കഴിഞ്ഞാൽ പദ്യരൂപത്തിൽ മനപ്പാടാക്കാനുള്ള രൂപത്തിൽ പറഞ്ഞ ഒരു കവിത എങ്ങനെയാണ്? അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദിരി മാ അഖൂലു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖകല്ലാഹു ലിമാ അഹബ്ബ. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു 3 എണ്ണം, വൽ ഇൻഖിയാദു 4ആയി,
ഫദിരി മാ അഖൂലു, ഇനി ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് നീ അറിയ്. അഥവാ ആദ്യം 4 പറഞ്ഞു, എന്നിട്ട് ആ കവി പറയാൻ ഫദിരി മാ അഖൂലു, നീ അറിയ് ഞാൻ എന്താ പറയുന്നത്. അത് ആ പ്രാസത്തിനും വേണ്ടി പറഞ്ഞ വാക്കാണ്. ആദ്യം 4 പറഞ്ഞു, കവിതയുടെ പ്രാസത്തിന് പറഞ്ഞ വാക്കാണ് ഫദിരി മാ അഖൂലു. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു ഫദിരി മാ വൽ ഇൻഖിയാദു ഫദിരി മാ അഖൂലു. ആദ്യ വാക്കർത്ഥം പറയാം, എന്നിട്ട് അതിന്റെ അർത്ഥം വിശദീകരിക്കുക. ഇത് എന്താ അറബി വാക്ക് ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് വേണ്ട, അത് ആ കവിതയിലൂടെ കിട്ടോ എന്നുള്ളത് നൽകാൻ. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു, 4 അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദിരി മാ അഖൂലു. ഇനി നീ കേൾക്കണം ഞാൻ എന്താ പറയുന്നത്. വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖകല്ലാഹു ലിമാ അഹബ്ബ. അള്ളാഹ് ഇഷ്ടപ്പെട്ടതിലേക്ക് റബ്ബ് നിനക്ക് തൗഫീക്ക് നൽകട്ടെ എന്നാണ്. അഥവാ 7 പറഞ്ഞു. 1 അൽ ഇൽമാണ്, യഖീനാണ്, ഖബൂലാണ്, അൽ ഇൻഖിയാദാൻ. 4 സിദ്ഖ, 5 സിദ്ഖാണ്, 6 ഇഖ്ലാസാൻ, 7 മഹബ്ബത്താൻ, 7 മഹബ്ബത്താൻ. ഈ 7 പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? ഈ 7 പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ശുറൂത്ത് മനസ്സിലാക്കിയെന്ന. ആദ്യത്തെ ശുറൂത്ത് എന്താണ്? അൽ ഇൽമു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഷർത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം അതെന്താ നമ്മൾ അറിയണം. അത് അറിയാത്തതിന്റെ കേടാണ് ആ ആളുകൾ എന്ത് ചെയ്തത്, അവിടെ കാട്ടിക്കൂട്ടിയത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൂറത്ത് ഹുജറാത്തിലെ ആയത്ത് അതിലേക്ക് മടങ്ങി വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താണ്? അവര് നിന്റെ മേലെ ഇങ്ങനെ എടുത്തു പറഞ്ഞ വർത്തമാനമാണ്. അവര് എന്ത് ചെയ്തു? ഈ മുസ്ലിങ്ങളായി എന്ന് ഇവരെടുത്തു പറഞ്ഞൊരു വാക്കാൻ. പക്ഷെ ഈ മുനാഫിക്കീങ്ങളെ പറ്റി, നബിനെ എങ്ങനെ ദ്രോഹിച്ച് നബിക്ക് ദ്രോഹം ഉണ്ടാക്കിയ ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്നാണ്. തുഹിബ്ബൂനഹും, അല്ലേ? ഹാ അൻതും ഹൗലാഇ തുഹിബ്ബൂനഹും. മുനാഫിക്കീങ്ങളെ പറ്റി മുസ്ലിമീങ്ങളുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ളത് എന്താന്നല്ലേ പറഞ്ഞു തരുന്നത്. അല്ല പറയാം നമ്മളെ ഉള്ളിൽ മുനാഫിക്കീങ്ങളോട് എന്തുണ്ടാവേണ്ട? വെറുപ്പ് തോന്നും. കാരണം അവർ ചെയ്ത് കൂട്ടിയത് കണ്ടു കഴിഞ്ഞാൽ വെറുപ്പ്, വിദ്വേഷം, അടിച്ചു കൊല്ലാൻ തോന്നും. പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനെ പറ്റി, ഹാ അൻതും ഹൗലാ, ഇതാ നിങ്ങൾ ഈ കൂട്ടരോട്, തുഹിബ്ബൂനഹും, നിങ്ങൾക്ക് അവരോട് സ്നേഹമാണ്, വലാ യുഹിബ്ബൂനക്കും, പക്ഷെ അവര് നിങ്ങളെ സ്നേഹിക്കുന്നില്ല. മുനാഫിക്കീങ്ങൾക്ക് നമ്മളോടൊരു സ്നേഹമില്ല. മുനാഫിക്കീങ്ങൾക്ക് നബിയുടെ കൂടെയുള്ള സ്വഹാബത്തിനോടോ സ്നേഹമില്ല. പക്ഷെ നബിക്കും നബിയുടെ സ്വഹാബത്തിനും അവരോട് സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ഒറ്റടിക്ക് കണ്ണും പൂട്ടി അതിനെ കേൾക്കരുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരെ വലിയായി സ്വീകരിക്കണം എന്നോ ഉറ്റമിത്രങ്ങളാക്കണം എന്നുള്ള സ്നേഹമല്ല. അവർ ഈ ദീനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ്, അല്ലെ? ഇതിലേക്കൊന്നും അവർ കടന്നു വന്നിരുന്നെങ്കിൽ, ഈ ഹക്കിനെ അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇഹലോകം സുഖാണ്, പരലോകം സുഖാണ്. പരലോകത്ത് സ്വർഗം കിട്ടൂലെ അവർക്ക്? പരലോകത്ത് ഇവര് നല്ല സ്വർഗത്തിൽ ജീവിച്ചൂടെ, അല്ലെ? ഇവിടെ കഷ്ടപ്പെടി ദുനിയാവിലും അള്ളാഹ് പറഞ്ഞു ഈ മുനാഫിക്കീങ്ങളെ റബ്ബ് ശിക്ഷിക്കണ എങ്ങനെ? മറച്ചെയ്യുന്നാൻ, 2 തവണ റബ്ബ് അവരെ ശിക്ഷിക്കുന്നു. അതികഠിനമായി റബ്ബിന്റെ ശിക്ഷ. ഒന്ന് ദുനിയാവിലെ ശിക്ഷയെ സംബന്ധിച്ച് ആണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞു, ആഖിറത്തിലെ ശിക്ഷയുമാണെന്ന് പറഞ്ഞു. അല്ല, ആഖിറത്തിൽ തന്നെ ഒരാൾക്ക് കിട്ടണോടത്ത് 2 എന്ത് ചെയ്യും? അവരെ ശിക്ഷിക്കുമെന്നുള്ള നിലക്കാണ് എന്നും ആ കാഠിന്യത്തിനെ വിശദീകരിച്ചു. പക്ഷെ ആ ശിക്ഷ അവർക്ക് വരാതിരിക്കാനുള്ള ആഗ്രഹവും ത്വരയും ആർക്കുണ്ട്? വിശ്വാസികൾക്കുണ്ട് എന്നാണ്. അപ്പോ മുനാഫിക്കുകളോട് ഈ നിലപാടാണെങ്കിൽ, അല്ലെ, മറ്റുള്ളവരോട് എതിരാവണം. ഒരിക്കലും ഒരു മനുഷ്യനെ ആക്രമിക്കാനോ ദ്രോഹിക്കാനോ എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് ഇസ്ലാമല്ല. അന്യായമായി ഒരാളെ കൊല്ലുന്നത് ഇസ്ലാമല്ല. ഈ ലോകത്ത് ഏറ്റവും അതുല്യമായ ഒരു വാക്ക് അത് ഒരു കിതാബിലും കാണൂല, അല്ലെ? കഴിഞ്ഞ ദിവസം അരുൺകുമാർ ആ ഒരു മാധ്യമ പ്രവർത്തകൻ ആ ആയത്തിന്റെ വർത്തകരെ പറയാൻ ആളുകൾ മുഴുവൻ അതിനെ ഷെയർ ചെയ്തു. നമ്മൾ എത്ര തവണ ഓതിപ്പോയ ആയത്തുകളാൻ, മുസ്ലിമീങ്ങൾ എത്ര തവണ അതിനെ പ്രഖ്യാപിക്കുന്ന വരികളാൻ. പക്ഷെ ലോകം കേൾക്കുകയാണ്. ഒരിക്കലും ഒരാളെയും അന്യായമായി കൊല്ലാൻ പാടില്ല, അല്ലെ? ലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അവിടെ എന്താ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹക്ക് കൊണ്ടല്ലാതെ കൊല്ലരുത് എന്നാണ്. എന്താ ഹക്ക്? അന്യായമായി കൊല്ല. എന്താ അപ്പൊ ന്യായം എന്താ? ചില ആളെ കൊല്ലാൻ ചില ന്യായങ്ങളുണ്ട്. അന്യായം എന്താ? ന്യായം എന്ന് പറയുന്നത്, അല്ലെ, ഒരാള് എന്താണ് ഖിസാസാണ് അവിടെ ഉണർത്തിയത്. ഒരാൾ ഒരാളെ കൊന്നാൽ അയാൾ വധിക്കപ്പെടണം എന്നാണ്. അയാൾ വധിക്കപ്പെടാൻ ന്യായമാണ്, അല്ലെ? ഇസ്ലാമിക ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ, അല്ലെ, വമ്മൻ ഖത്തല നഫ്സൻ, ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം?
കൊല ചെയ്യപ്പെടും. ഖിസാസാൻ, അതൊരു സുരക്ഷിതത്വമാണ്. ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ അമുസ്ലിമീങ്ങൾ പാർക്കുമ്പോൾ എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്ക് കാണാം, മറ്റു മതസ്ഥര് അവിടെ കാലങ്ങളായി ജോലി ചെയ്യുന്നു, കാലങ്ങളായി അവർ സമ്പാദിക്കുന്നു. ഏതെങ്കിലും ഭരണാധികാരികൾ ഇവർക്കെതിരെ പോരാടാൻ വേണ്ടി പറഞ്ഞിട്ടോ? ഇല്ല, അത് ഇസ്ലാമല്ല. അങ്ങനെ പറയുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവാസികൾ അവരവരുടെ അന്നം മുന്നം വെച്ച് ഇവിടെ ജീവിക്കുമ്പോ പ്രവാസികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവാസ ജീവിതങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠം അതാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ വിശാലമായ സമീപനത്തെ, ആർദ്രതയെ, കാരുണ്യത്തെ, സ്നേഹത്തെ, സാഹോദര്യത്തെ, എന്തിലേറെ സൗഹാർദ്ദത്തെ ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. മനുഷ്യത്വത്തെ ഇത്രമേൽ പ്രസ്താവിക്കുന്ന ഒരു മതം വേറല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ ആരെ കൊന്നാലും, ഒരു വിദേശി ഒരു സ്വദേശി വിദേശിയെ കൊന്നാലും ആ സ്വദേശിയെ തൂക്കണമെന്നാണ്. ഇല്ല, എത്ര ഈ കഴിഞ്ഞ മാധ്യമങ്ങളിൽ വരെ നമ്മൾ കണ്ടത് അതാണ്. ഒരു വിദേശിയെ കൊലപ്പെടുത്തിയ സ്വദേശിക്ക് തൂക്കി കയറ് മാത്രമല്ല, തൂക്കി കൊന്നും ചെയ്തു, വധിച്ചു, തല വെട്ടി എന്നുള്ള നിലക്ക് ഒക്കെ കാണാം. അതാണ് ന്യായം. ഖിസാസ് ആണ് ന്യായം, ഹക്ക്. ഖിസാസ് അല്ലാത്ത രീതിയിൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, രക്തത്തിന് പോറലേൽപ്പിക്കാൻ പാടില്ല, അന്യായമായി ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല. അത് പഠിപ്പിക്കുന്ന മതം ഇസ്ലാം മാത്രം. സൂറത്ത് മായിദയിലെ ആയത്താണ് അത്, അല്ലെ? എന്നിട്ട് സൂറത്ത് മായിദയിലെ ആയത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അനുകുമാർ അതിനെങ്ങനെ എടുത്ത് പറഞ്ഞു. സൂറത്ത് മായിദയില് വേറൊരു ആയത്തും കൂടി ഉണ്ട്, അതിനോടൊപ്പം ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെതിരെയും ആരെങ്കിലും യുദ്ധം ചെയ്താൽ, അല്ലാഹു പറയാൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അയ്യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്താ അയ്ദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ് ഔ യുൻഫൗ മിനൽ അർള് ദാലിക ലഹും ഖിസ്യും ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. റബ്ബ് പറയുന്നു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണോ അവരെന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം. യുഖത്തലു എന്നുള്ള വാക്കാൻ ഇസ്ലാമിക ഗവൺമെന്റ് എടുക്കുന്ന ശിക്ഷാ രീതികൾ അതാണ്. അതാരായാലും, അത് മുസ്ലിമാണ് ഈ ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ, മുസ്ലിമാണ് അക്രമങ്ങളും കുഴപ്പങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഭരണകൂടത്തിന് അയാളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതെങ്ങനെ ശിക്ഷിക്കേണ്ടത്? യുഖത്തലു എന്നല്ല, ഖത്തല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ശക്തമായ കൊലപാതകം. നാടിന് മാതൃക ആവണം അയാളുടെ ശിക്ഷ. അത്രക്ക് ക്രൂരമായ രീതിയിൽ അയാളെ കൊല ചെയ്യണം. യുഖത്തലു അടുത്ത വാക്ക് എന്താ? ഇനി ആ രീതി അല്ലെങ്കിൽ അടുത്ത രീതി ഔ യുസല്ലബു, അവരിങ്ങനെ സ്വലീബിൽ ഇങ്ങനെ കയറ്റണം, അഥവാ കെട്ടി തൂക്കണത് അർത്ഥം. അത് സ്വലബ എന്നുള്ള വാക്കല്ല, സ്വല്ലബ എന്നുള്ള വാക്കാണ്. അങ്ങനെ പാഠമായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അങ്ങനെ കൊല്ലാൻ വിടണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിലൊക്കെ കാണാം ചില ആളുകൾ അങ്ങനെ അതിശക്തമായ ചൂടിൽ മണൽപ്പരപ്പിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് എന്ത് ചെയ്തിട്ടു എന്നാണ്. എന്നിട്ട് ഇങ്ങനെ ആ ചൂടും കൊണ്ട് അവർ രക്തം വാർന്ന് അങ്ങനെ മരണപ്പെട്ട രംഗങ്ങളെ ലോകത്തിന് പാഠമാക്കിയതാണ് ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക ഭരണാധികാരികൾ. കാരണം ലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഫസാദ് ഉണ്ടാക്കുന്നത് അത്രക്കും വലിയ പാപവും കൊടിയ വിപത്തുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അന്യായമായി ഒരാളെ കൊല്ലുന്നത് അക്ബറുൽ കബായിർ എന്നാണ്, കബീറത്തു മിനൽ കബായിർ എന്നല്ല. ചില പണ്ഡിതന്മാർ ഉപയോഗിച്ച വാക്കിന് എത്ര സൂക്ഷ്മതയാണെന്ന് അറിയാം. അക്ബറു മിനൽ കബായിർ, വൻപാപങ്ങളിലെ മഹാപാപം. ശിർക്ക് കഴിഞ്ഞാൽ അതിനടുത്ത് പറഞ്ഞത് വൻപാപങ്ങളിൽ അക്ബറാൻ. കബീറത്ത് എന്നാണെങ്കിൽ അതൊരു വലിയത് എന്നായിരുന്നു. കബീറത്തു മിനൽ കബായിർ എന്നാ പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ കൊലപാതകത്തെ അവരെടുത്ത് പറഞ്ഞ വാക്കതാണ് അക്ബറു മിനൽ കബായിർ. ഇനി നേരത്തെ തന്നെ ഫസാദ് ഉണ്ടാക്കിയ ആളെ ഒന്നെങ്കിൽ അങ്ങനെ കൊല്ല, ഇനി അല്ലെങ്കിൽ യുസല്ലബു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു ഔ തുഖത്താ അയ്ദീഹിം, ഇനി അവരുടെ ഉപദ്രവം നിൽക്കാൻ വേണ്ടി ഇനി കൊലപാതകമല്ല, അവരെ വധിക്കലല്ല ഇസ്ലാമിക് ഗവൺമെന്റ് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റ് വേറെ എന്ത് ചെയ്യാം? തുഖത്താ അയ്ദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, അവരെ കൈകാലുകൾ ഛേദിക്കണം. അതന്നെ മിൻ ഖിലാഫാൻ, കൈവെട്ടിയാൽ വലത്തെ കൈവെട്ടിയാൽ ഇടത്തെ കാലും മുറിക്കണം എന്നാണ്. വെറും കൈയെട്ടിയിട്ട് മാത്രം അവനെ മൂലക്കിടരുത്, അവൻ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഔ തുഖത്താ അയ്ദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, ഇനി ആ രീതി അല്ലെങ്കിൽ ഔ യുൻഫൗ മിനൽ അർള്, നാട് കടത്തണവനെ, നാട്ടില് നിർത്തരുത്. എന്നിട്ട് അള്ളാഹ് പറയാൻ ദാലിക ലഹും ഖിസ്യും ഫിദ്ദുനിയാ, ഈ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് നിന്ദതയാണ് ദുനിയാവിൽ. വഫിൽ ആഖിറതി അദാബുൻ അലീം, ആഖിറത്തിൽ അതിവേദനാജനകമായ ശിക്ഷയുമാണ് എന്നാണ്. ഇപ്പൊ ഈ സംഭവം മുഴുവൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും അന്യായമായി ആളുകളുടെ സമ്പത്ത് അപഹരിക്കുന്നതോ അവരുടെ ശരീരം അപഹരിക്കുന്നതോ ഇനി അതല്ലെങ്കിൽ അവരുടെ അഭിമാനം കവരുന്നതോ ഒന്നും ഇസ്ലാം വകവെച്ചുകൊണ്ട് ഒരു മുസ്ലിം ഷഹാദത്ത് ഉച്ചരിച്ച ഒരു മുസ്ലിം അതെന്ത് ചെയ്യൂല?
ചെയ്യൂല, ചെയ്യാൻ പാടില്ല. അതാണ് ഷഹാദ ലാ ഫഅലം, നീ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശാലതയെ അവർ മനസ്സിലാക്കണം. അതാണ് ഷഹാദത്ത് കലിമ എന്ന്. ആ കുട്ടി അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാ പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമയാണ്. അരതി എന്ന് പറഞ്ഞ പെൺകുട്ടി അവരുടെ വായിലൂടെ അത് അടർന്നു വീണെങ്കിലും കേരളക്കാര ഇന്ന് എന്താ കലിമ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ കേരളക്കാർക്ക് അത് അറിയാത്ത ഒന്നല്ല, പള്ളിയിൽ നിന്ന് കേൾക്കുന്ന കലിമയാണ്. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ എന്താണ്, അതിന്റെ വിശാലത എന്താണ്, അത് പറഞ്ഞു കൊടുക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ ഒരു എളിയ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ പറഞ്ഞു എത്ര നിബന്ധന ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്? 7 പറഞ്ഞു. അൽ ഇൽമു വൽ ഖബൂൽ, അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു. ഞാൻ അതിനെങ്ങനെ വിശദീകരിക്കുക, കുറെ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ആദ്യത്തെ നമ്മൾ പറഞ്ഞു അൽ ഇൽമു, അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ല. ഇത് എവിടുന്ന് അറിയാ? സോഴ്സ് ഏതാ? ഖുർആനിന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഖുർആൻ എന്നാ പഠിക്കാൻ. അത് പഠിപ്പിക്കാനാണ് അള്ളാഹ് അമ്പിയാക്കളെ മുഴുവൻ കൊണ്ടുവന്നത്. അല്ലെ, എല്ലാ ആയത്തുകളിൽ നിന്ന് അള്ളാഹ് പറയാൻ ഒരു നബിയും എന്ത് ലോകത്ത് വന്നിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അമ്പിയാക്കളുടെ ജീവിതം പഠിക്കണം. അമ്പിയാക്കൾ പറഞ്ഞ വർത്തമാനം ഇത് വിശുദ്ധ ഖുർആൻ അള്ളാഹ് ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു. അതിനാണ് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. ആ വേദഗ്രന്ഥവും അതുപോലെ തന്നെ നബിയെയും അള്ളാഹു അവതരിപ്പിച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല. ആ ആയത്ത് ശരിക്കും മനസ്സിലാക്കണം. ഹുവല്ലദീ അല്ലാഹ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല. ഉമ്മീയങ്ങളിൽ റസൂലിനെ പറഞ്ഞയച്ചവനാണ് ആര്? അല്ലാഹ്. ആരാ ഉമ്മീയീൻ? നിരക്ഷരർ. പക്ഷെ നമ്മൾ അന്ന് ഒരിക്കൽ പറഞ്ഞു, നിരക്ഷരരാണെങ്കിലും അറബി കാവ്യങ്ങളിൽ അഗ്രഗണ്യരായിരുന്നു ആര്? ഈ പറയപ്പെട്ട അറബികള്. പക്ഷെ എന്തിനാണ് അവരെ നിരക്ഷരർ എന്ന് പറഞ്ഞത്? നല്ല അവരുടെ കവിതകളൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം പിൽക്കാലത്താണ് പിന്നീട് ബഹറുകളൊക്കെ കണ്ടുപിടിച്ചത്. 16ഓളം ബഹറുകളൊക്കെ കണ്ടുപിടിച്ചത് പിൽക്കാലത്താണ്. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്ത് പിന്നീട് പിൽക്കാലത്ത് ബഹറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ കവിതക്ക് ഓരോ ട്യൂണുണ്ട്. ജാഹിലിയൻ കാലഘട്ടത്തിൽ ഇവരെഴുതിയ കവിതകളുടെ സൗന്ദര്യം മനസ്സിലാവണമെങ്കിൽ ആ ബഹറുകളിലേക്ക് ഇതിനൊന്നും ഇങ്ങനെ തൂക്കി നോക്കിയാൽ മതി. എന്നൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന വലിയ ലോക പ്രശസ്ത കാവ്യങ്ങളുണ്ട്. അന്ന് കഅബാലയങ്ങളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി തൂക്കിയ കവിതകൾ, മുഅല്ലഖകൾ. പക്ഷെ അതൊന്നും അവരത് എന്ത് ചെയ്തിട്ടില്ല, ഒരു ബഹറിന്റെ പുറത്ത് എഴുതി വെച്ചതല്ല. അവരുടെ ജീവിത ശൈലികളിൽ നിന്ന് താളങ്ങൾ പിടിച്ചിങ്ങനെ എഴുതിയതാണ്. പക്ഷെ അവരുടെ മികവ് എന്താണെന്ന്, അവരുടെ ഭാഷയിലെ പ്രാവീണ്യം എന്താണെന്ന്, ഖുറൈശികളുടെ അറബി ഭാഷയിലെ അഗ്രഗണ്യത എന്താണെന്നുള്ളത് ആ കവിതകൾ പഠിപ്പിക്കും. അവരെ വെല്ലുവിളിച്ചിട്ടാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയത്. ഇതേപോലത്തെ ഒരു ഹർഫ് കൊണ്ടുവാ, ഇതുപോലത്തെ ഒരു കലിമ കൊണ്ടുവാ, അലിഫ് ലാം മീം. പക്ഷെ അവർക്ക് പറ്റിയില്ല. അവിടെയാണ് അവർ നിസ്സഹായരായത്. പക്ഷെ എന്നിട്ടും അള്ളാഹ് വിളിച്ചു അൽ ഉമ്മീൻ, നിരക്ഷരർ. എന്തിനാ നിരക്ഷരർ എന്ന് വിളിച്ചത്? എഴുത്തുവായന അറിയാത്തവരാണ് ഈ കവിത എഴുതൂലല്ലോ. അവിടെയാണ് ആ വാക്കിനെ ചില മുഫസ്സിറുകൾ ഇങ്ങനെ വിശദീകരിച്ചു. ഉമ്മ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ ഉമ്മ എന്ന് പറയും. നിരക്ഷരൻ എന്നുള്ളതിനാണ് ഉമ്മ എന്ന് ഉപയോഗിക്കും. ഉമ്മീ, നിരക്ഷരൻ എന്നുള്ള. ആദ്യം ഒന്നും അറിയാത്തൊരു കുട്ടി ആദ്യം ഉച്ചരിക്കുന്ന വാക്കാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ. രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇവരെ കളിയാക്കിയതായിരുന്നു ആര്? ജൂതന്മാര് അറബികളെ കളിയാക്കിയിരുന്നതാണ്. നിങ്ങൾ ഉമ്മീങ്ങളാണ്. എഴുത്തും വായന അറിയാഞ്ഞിട്ടല്ല, അവർക്ക് കിതാബില്ലാഞ്ഞിട്ട്, വേദഗ്രന്ഥമല്ല. മക്കയിലെ മുസ്ലിങ്ങൾക്ക് വേദഗ്രന്ഥമല്ല. ഖുറൈശികൾക്ക് വേദഗ്രന്ഥം ഇറങ്ങിയിട്ടില്ലല്ലോ. ആദ്യം ഇറങ്ങിയത് ആർക്കേത്? തൗറാത്ത് ഉണ്ട്. അവരിങ്ങനെ പെരുമ പറയും. ഒരു കച്ചവടത്തിനൊക്കെ വരുന്ന സമയത്ത് ഈ ജൂതന്മാരിങ്ങനെ പറയും, നിങ്ങൾക്ക് എന്ത് വേദഗ്രന്ഥമാണ്, കിതാബില്ലല്ലോ, നിങ്ങൾക്ക് കിതാബ് ഉണ്ടെങ്കിൽ വാ, എന്നിട്ട് ഞങ്ങളോട് തർക്കിക്കുക എന്ന് പറയുന്നവരായിരുന്നു. അവർക്ക് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ ബഹുദൈവ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും പ്രമാണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവര് ബഹുദൈവ വിശ്വാസത്തെ ഒരിക്കലും പറയില്ല. ആത്തിയെയും മുസ്സയെയും അനാത്തിയെയും എല്ലാവിധ ശവകുടീരങ്ങളിലും ചെന്ന് അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകരങ്ങുന്ന ഇവർക്ക് എന്തില്ല? അവരുടെ ആദർശങ്ങൾക്ക് ഒരിക്കലും എവിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കിതാബില്ലാത്ത നിങ്ങൾ എവിടെയാണ്? അവർ പരിഹസിച്ചിരുന്നു. നസ്രാണികളും പരിഹസിച്ചു എന്നാണ് പിൽക്കാലത്ത്. നസ്രാണികൾക്ക് ഇഞ്ചീൽ ഗ്രന്ഥം ഉണ്ടായിരുന്നു, ഇവർക്ക് എന്തില്ല. അതുകൊണ്ട് അറബികളെ ഇവർ പരിഹസിച്ചിരുന്ന വാക്കായിരുന്നത്രേ അൽ ഉമ്മിയൂൻ. ആ ഉമ്മിയീങ്ങളിലേക്ക് അവരുടെ ഇസ്സത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ അള്ളാഹു ഒരു വേദഗ്രന്ഥത്തെയും ഒരു പ്രവാചകനെയും പറഞ്ഞയച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വയുഅല്ലിമുഹും, അവരെ പഠിപ്പിച്ചു എന്നാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരെ പഠിപ്പിച്ചു എന്നാൻ കിതാബിലൂടെ. കിതാബ് പഠിപ്പിച്ചു കൊടുത്തു.
നമ്മൾ പഠിക്കേണ്ട ഈ ഒന്നാമത്തെ ഈ ഷർത്തുകൾ ഇങ്ങനെ 7 വായിച്ചുകൂടി കുറേ ഉണ്ട്. ഞാൻ തൽക്കാലം ഇൽമിനെ അവിടെ പരിമിതപ്പെടുത്താൻ. അൽ ഇൽം അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. എവിടുന്ന് പഠിക്കണം? വിശുദ്ധ ഖുർആനിൽ. നമ്മുടെ ഖുർആൻ പഠന സദസ്സുകളെ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ. ഒരുപാട് സദസ്സുകളുണ്ട്. രണ്ടാമത്തെ വൽ യഖീൻ. ഇത് യഖീനാവണം. എന്താ യഖീൻ? പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് എത്ര കാലമായി ഇപ്പൊ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ? അൽ യഖീൻ, അത് യഖീനിന്റെ വാക്കാകണം. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ ഉറപ്പാണ്. അതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അത് ഉറച്ച മനസ്സിലേക്ക് ഉറച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ ഷജറത്തിൻ ത്വയ്യിബ, ഒരു മരം പോലെ മനസ്സിലെന്ത് ചെയ്യണം? അതിന്റെ കാണ്ഡം മനസ്സിലേക്ക് ഇങ്ങനെ ഉയരണം, അങ്ങനെ ആഴ്ന്നിറങ്ങണം. പിന്നെ അതിങ്ങനെ കുലുങ്ങി പോകാൻ പാടില്ല, പിന്നെ അത് ആടി ഉലയാൻ പാടില്ല. അത്രക്കു ശക്തമാകേണ്ടതാണ് യഖീൻ എന്നാണ്. മൂന്നാമത്തേത് അൽ ഖബൂൽ, അതിനെ സ്വീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യണം? സ്വീകരിക്കുക. നാവുകൊണ്ട് പറയാ, ഇതിനെ അംഗീകരിക്കുക. അതിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാൻ മനസ്സെന്ത് ചെയ്യണം? പാകപ്പെടണം. നമുക്കനുസരിച്ച് അതിനെ മുറിക്കല്ല, അതിനനുസരിച്ച് നമ്മളെ മുറിക്കണം എന്നർത്ഥം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് വന്നപ്പോ പല ആളുകൾ അതിനെ നിഷേധിച്ചവരാണ്. മക്കയിലെ മുശ്രിക്കുകൾ തന്നെ അല്ലെ, എന്താ അവര് പറഞ്ഞത്? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങാനും അവരോട് പറയപ്പെട്ടിരുന്നെങ്കിൽ യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കാറുണ്ടായിരുന്നു. കിബിർ ഇങ്ങനെ കാണിക്കുക. എന്താപ്പത്? അവർ അഹങ്കാരം കാണിക്കുക മാത്രല്ല, വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹതനാ, ഞങ്ങളുടെ ഇലാഹുകളെ, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കണമെന്നാണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലശാഇറും മജ്നൂൻ, ഇത് പറയുന്നവൻ വെറും എന്താണ്, ഭ്രാന്ത് പഠിച്ച ഒരു കവിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവരെന്ത് ചെയ്തില്ല? ഉൾക്കൊണ്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ, അതിനെ അൽ ഖബൂൽ എന്നുള്ളത് അത് അതിന്റെ നിബന്ധനകളിൽ ഒന്നാണ്. രണ്ടാമത്തെ അൽ ഇൻഖിയാദ്, നാലാമത്താണ് അൽ ഇൻഖിയാദ്. അപ്പൊ നമ്മൾ അൽ ഇൽമ് പറഞ്ഞു, യഖീന് പറഞ്ഞു, ഖബൂല് പറഞ്ഞു, അൽ ഇൻഖിയാദ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക. വമൻ യുസ്ലിം വജ്ഹഹു ലില്ലാഹ്, അല്ലെ, അള്ളാഹുവിലേക്ക് എല്ലാ നിലക്കും എന്ത് ചെയ്യുക? കീഴൊതുങ്ങി ജീവിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള നിലക്ക് അതിനെ കീഴൊതുങ്ങി കഴിയലാണ്. വമൻ യുസ്ലിം വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ശക്തമായ ഒരു കയറിൽ പിടിച്ചതുപോലെ, അല്ലെ, ഒരു മുഹ്സിനായി അതിന് കീഴൊതുങ്ങിയവനായി ജീവിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഞ്ചാമത്തെ സിദ്ഖാണ്. എന്താ സിദ്ഖ്? ഇപ്പൊ കീഴൊതുങ്ങാന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, നമ്മുടെ ഇച്ഛ പോലും, നമ്മുടെ ആഗ്രഹങ്ങൾ പോലും എന്താവണം? തിബ്അൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് സമരസപ്പെടണം എന്നാണ് റസൂൽ പറഞ്ഞത്. അവർക്ക് നമ്മളെ തോന്നിയ പോലെയല്ല, നേരെ മറിച്ച് അള്ളാഹ് പറഞ്ഞ പോലെ, നബി പഠിപ്പിച്ച പോലെ എന്നുള്ള നിലക്കാണ് എനിക്ക് അതാ സിദ്ഖ്. 5 സത്യസന്ധത ആവണം. നേരത്തെ ഈ മുനാഫിക്കിനോട് ഇൻകുന്തും സാദിഖീന്നല്ലേ, നിങ്ങൾ സത്യസന്ധരാണെങ്കിലേ മുസ്ലിം ആവുള്ളൂ, അല്ലെങ്കിൽ എന്താവൂല? നാവുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ആവുള്ളൂ, അതിനെ കുറെ കേട്ടു എന്നാവുള്ളൂ. സത്യസന്ധത വേണം. മുനാഫിക്കുകളെ അതിൽ സത്യസന്ധരല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ വലിയ വലിയ വർത്താനം പറഞ്ഞു, വലിയൊരു മതരാഷ്ട്രവാദം പറഞ്ഞു നടക്കുന്നവരൊക്കെ സത്യസന്ധരാണെങ്കിൽ, മതബോധമുള്ളവരാണെങ്കിൽ, മതം പഠിച്ചവരാണെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യൂല? ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുമായിരുന്നില്ല. അതറിയാത്തത് കൊണ്ടാണ്, സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട്. വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹ്, ജനങ്ങളിൽ കുറെ ആൾക്കാർ പറയും ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാൻ, വബിൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ വിശ്വസിക്കുന്നതാണ്. വമാഹും ബിമുഅ്മിനീൻ, റബ്ബ് പറഞ്ഞു അവർ മുഅ്മിനീങ്ങളല്ല. നാവുകൊണ്ട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മുഅ്മിനീങ്ങളല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, ഇവരെ കൊണ്ട് എല്ലാവർക്കും ദ്രോഹാൻ, അല്ലാഹുവിനെയും മുഅ്മിനീങ്ങളെയും ഇവരെന്ത് ചെയ്യാണ്? വഞ്ചിക്കുകയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. വമാ യശ്ഉറൂൻ, പക്ഷെ അവര് അതറിയുന്നില്ല. അപ്പൊ സിദ്ഖ് വേണം. സിദ്ഖ് എന്തായാലും, സിദ്ഖ് ഉണ്ടെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ, ആരെങ്കിലും മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് സിദ്ഖം മിൻ ഖൽബിഹി, റസൂൽ പറഞ്ഞു സിദ്ഖം മിൻ ഖൽബിഹി, മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹു അയാളെ ഹറാമാക്കി. അപ്പൊ സത്യസന്ധത വേണം. ആറാമത്തേത് അൽ ഇഖ്ലാസ്, അല്ലെ, ഏതൊരു അമലിനും ആദ്യം വേണ്ടത് ഇഖ്ലാസാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കും എന്ത് വേണം? ഇഖ്ലാസ് വേണം, നിഷ്കളങ്കത വേണം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ഈ ദീന് ഖാലിസായി നിഷ്കളങ്കമായി ഒരാളെയും അതിൽ പങ്കു ചേർക്കാതെ. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി, ഞാൻ എൻ്റെ ദീനിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ള നിലക്കാൻ റസൂൽ പറഞ്ഞു. അങ്ങനെ ഖാലിസായി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ അവനാണ്. എന്താ ഭാഗ്യം?
ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്നുള്ള പറഞ്ഞു. റസൂൽ പറഞ്ഞു അസ്അദുൻ നാസി ബി ശഫാഅത്തി, എൻ്റെ ശഫാഅത്തിനെ കൊണ്ട് ഭാഗ്യമടയുന്നവൻ അവനാണ്. ആരാണ് അവൻ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ലെ ഔ ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ തട്ടി അതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശഫാഅത്ത് നാളെ അവർക്കുണ്ടാകുന്നു. റസൂൽ പറഞ്ഞു. ഏഴാമത്തേത് അൽ മഹബ്ബ, സ്നേഹമാണ്. ആ വാക്കിനോട് നമുക്ക് എന്താണ്? ഇഷ്ടമാണ്. കാരണം അതിപ്പോൾ കിട്ടി, ഇനി ഇത് പോകുമോ എന്നുള്ള സങ്കടം ഉണ്ടാവണം. ഇതിനോട് അത്രക്കും ഇഷ്ടം ഉണ്ടാണ്. ഏതുപോലെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, ഇനി അയാൾ വീണ്ടും കുഫറിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ എന്ത് ചെയ്യണം? ഇതിനെ സ്നേഹിക്കണം. ഇതിന് ചോർന്നു പോകാതെ. ഷഹാദത്ത് കളങ്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, എല്ലാരെക്കാളും എന്തിനേക്കാളും എന്ത് വസ്തുക്കളെക്കാളും നമുക്ക് ഏറ്റവും പ്രിയം ഈ കലിമത്തായിരിക്കണം, ഈ 2 ഷഹാദത്തുകളായിരിക്കണം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനനുസരിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മുസ്ലിമീങ്ങൾക്കാണ് അള്ളാഹു ഇജ്ജത്ത് നൽകുക. ഇതിനെങ്ങനെ അംഗീകരിച്ചു പോകുന്നവർക്ക് അള്ളാഹു ഇജ്ജത്ത് കൊടുക്കുള്ളൂ. നമ്മൾ ആമുഖമായി ഓതിവച്ച ആയത്തും അതാണ്. യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മദീനയിലെ മുനാഫിക്കുകൾ പ്രഖ്യാപിച്ചു, അല്ലെ, മദീനയിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഇജ്ജത്തുള്ളവരെന്ത് ചെയ്യും? നിന്ദിക്കപ്പെട്ട ആളുകളെ പുറത്താക്കുന്നറിഞ്ഞു, നാട്ടിൽ നിന്ന് പുറത്താക്കുന്നറിഞ്ഞു. പക്ഷെ വലില്ലാഹിൽ ഇസ്സ, ഇസ്സത്താർക്കാൻ? അള്ളാഹുവിനാൻ. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനാൻ. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ ഈ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള ഒരു അറിവോ പോലും ആർക്കില്ല? ഈ മുനാഫിക്കീങ്ങൾക്കില്ല. അവരത് മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നതെങ്കിൽ നല്ല മുസ്ലിം ആകുക. ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനിക്കാനുള്ള നിമിഷമാണ്. കാരണം മറ്റു രാജ്യങ്ങളെപ്പോലല്ല, വിവിധ മതങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സ്വന്തം ആശയങ്ങളും ആദർശത്തിനും അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളി മിനാരങ്ങളിൽ നിന്ന് പുറത്ത് കേൾപ്പിക്കാൻ മാത്രത്തിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ, ഇസ്ലാമിന്റെ അടയാളങ്ങളെ പ്രകടമാക്കിക്കൊണ്ട് തന്നെ, പരസ്പര സ്നേഹത്തോടുകൂടി ഏറ്റവും നല്ല വിശാലമായ ഹൃദയത്തോടുകൂടി ഒരു മുസ്ലിം പെരുമാറണം, ജീവിക്കണമെന്നാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി. മുസ്ലിമിന്റെ ജീവിതം കണ്ടാല് മറ്റുള്ള ആളുകളൊക്കെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഈ ഇൻസിഡന്റിൽ പോലും എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയത് അവരോടൊപ്പം ചേർന്ന് നിന്ന സമീറിനെയും അവളോടൊപ്പം ചേർന്ന് നിന്ന് അവൾ സഹോദര തുല്യനായി പറഞ്ഞ മുസാഫിർ എന്ന ചെറുപ്പക്കാരനെയുമാണ്. അതുപോലെ തന്നെ തോക്കിന്റെ മുമ്പിൽ ഈ അമുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ നേരത്ത് നെഞ്ചുവിരിച്ച് നിന്ന ആദിലിനെയാൻ. അവരെയൊക്കെ അവർ വകവരുത്തുമ്പോൾ അതാണ് മുസ്ലിമിന്റെ ചിത്രങ്ങൾ. ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, സമ്പത്ത് കൊടുത്ത, ആയുസ് മുഴുവൻ ചെലവഴിച്ച, ആരോഗ്യം ചെലവഴിച്ച ധീരന്മാരായ ഒരു മുസ്ലിമീങ്ങളുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുണ്ട്. അതായിരിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കാനും നമുക്ക് പ്രബോധനം ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുമുള്ളത്. എന്നാലും മുസ്ലിമീങ്ങളെ ഒതുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അള്ളാഹ് അതിനെതിരെ പ്രതിരോധിക്കുക, അതിനെ പ്രവർത്തിക്കുക, അതിനെതിരെ പ്രതികരിക്കുക, അതിലേറെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു ഈ കുഫാറുകൾക്കും ളാലിമീങ്ങൾക്കും ഒരു ഫിത്നയായി നമ്മളെ ആകാതിരിക്കട്ടെ. അല്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന ളലമു, അല്ലാഹുമ്മ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു ഫഗ്ഫിർ ലനാ ദുനൂബനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. അവർക്കൊരു ഫിത്നയാക്കാതെ റബ്ബേ നീ ഞങ്ങളെ മാറ്റണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകണേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പല പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അവർക്ക് അല്ലാഹു നിന്റെ ആശ്വാസവും സമാധാനവും കൊടുക്കണേ. വലാ യഹീഖുൽ മക്റു ഇല്ലാ ബി അഹ്ലിഹി വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അല്ലാഹുവിന്റെ തന്ത്രമാണ് പുലരുക, അത് ഇസ്സത്തുള്ളവർക്കാണ്. അല്ലാഹു ആ ഇസ്സത്തുള്ള ആളുകളിൽ നമ്മൾ ഉയർത്തട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനെ കൊണ്ട് നമ്മൾ ഉയർത്തട്ടെ. വിശുദ്ധ ഖുർആനെ കൊണ്ട് അള്ളാഹു എല്ലാവിധ ഇസ്സത്തും നമുക്ക് സമ്മാനിക്കട്ടെ. വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർക്കുക, അള്ളാഹുവിന്റെ ആയത്തുകളെ മനസ്സിൽ മനപ്പാഠമാക്കി വെക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.